ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നു. ഇപ്പോൾ സമയം 9 മണിയായി. ഇനി കാപ്പി ഉണ്ടാക്കാൻ പോവാണ്. 10 മണിയായിട്ടാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത്. അത് കാരണം ഇനി കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ എൻ്റെ കാപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കാപ്പി ഉണ്ടാക്കാം നമുക്ക്. ഇന്ന് പുട്ടും ചെറുപയറും പിന്നെ പപ്പടവും ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വാ, കാണിച്ചു തരാം. ഞാനേ പുട്ടിന് പൊടി നനയ്ക്കാൻ പോവുകയാണേ. നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിന് 1 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി ഞാൻ വറുത്ത് പിടിച്ചതുകൊണ്ട് ചേക്കുന്നത്. ഇനി പൊടിപ്പിക്കാറായി, തീരാറായി. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1/2 ഗ്ലാസ് വെള്ളം, പാകത്തിന് ഉപ്പ് ഒരു ശരി വേണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെയൊന്ന് കലക്കണേ. എന്തിനെന്നറിയാമോ? ആ ഉപ്പൊന്ന് അലിയാൻ വേണ്ടി. ഉപ്പുണ്ടോ? ഇനി നമുക്ക് ഇത് ആദ്യം ഇതിനകത്ത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കണം. ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ദേവണ്ണം എടുത്ത് ഇങ്ങനെ കുടയണം. ഇടുന്ന് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെ ഇനി നമുക്കിങ്ങനെ അടച്ചുപിടിയിരിക്കട്ടെ. ഇവിടെ തേങ്ങ എനിക്ക് പൊതിക്കണം. അപ്പം പിന്നെ അന്നേരം നമുക്ക് ചെയ്യാം. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് ചെറുപയറും പുട്ടും ചെറുപയറുമാണ് ഞാൻ വെക്കുന്നത്. ചെറുപയറില്ല, നമുക്ക് 2 പേർക്ക് മതി. ചെറുപയർ നന്നായിട്ട് ചെറുപയർ ഞാൻ കഴുകിക്കൊണ്ടുവന്ന് ഇടണ്ട. എന്നിട്ട് വെള്ളം ഒഴിച്ച്, പാകത്തിന് വെള്ളം ഒഴിച്ച്, ഞാനിതൊരു 3/4 ഗ്ലാസ് ചെറുപയറുണ്ട്. അപ്പം ഞാനൊരു അതിന് നേരം വരെ ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിക്കും കുക്കറിൽ. എന്നിട്ട് 3 വിസിൽ കേൾപ്പിക്കും. ഓക്കെ, നമുക്ക് അടുപ്പിൽ വെക്കാം. നമുക്ക് തേങ്ങ പൊട്ടിക്കാവേ. ഓക്കെ, നമുക്ക് ഇനിയും തേങ്ങ തിരികിട്ട് വരാം. തേങ്ങ തിരുകാവേ. തേങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ തിരിയുന്നത്. സൈഡിൽ നിന്ന് വേണം. ഇത് ഉണ്ടല്ലേ, അതെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ വേണം ആദ്യം തിരികെ പഠിക്കാനായിട്ട്. ഇതാരും പറഞ്ഞതെന്നറിയാമോ? അമ്മച്ചി ഇത് കൊച്ചിലെ നമ്മളെ തേങ്ങ തിരികെയൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേന് ആദ്യം പറഞ്ഞു തന്നതാണ്. ഇത് ഈ സൈഡിൽ നിന്ന് വേണം ആദ്യം തിരികെ പോകാൻ എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് പക്ഷേ ഇങ്ങനെ വെച്ചാക്കുന്നതാണ് വാക്ക്. ഈ തേങ്ങ തിരുകുന്ന മിക്കവാറും പപ്പയാണ്. പപ്പ പെട്ടെന്ന് തിരികെ തരും. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഡ്യൂട്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേന് പപ്പ വരുമ്പോൾ ഞാൻ തേങ്ങ തിരിയിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ എളുപ്പമാവും. ഞാൻ തേങ്ങയൊക്കെ തിരികൊണ്ട് വന്നാണ്ടോ പുട്ടിൻ്റെ പൊടി എന്തായാലും നോക്കട്ടെ. പുട്ടിൻ്റെ പൊടി നല്ല പാകത്തിന് കുതിർന്നിരിപ്പുണ്ട്. തേങ്ങ കൂടി ഇനി ഇളക്കുമ്പോൾ അത് പാകത്തിന് നന്നായിട്ട് അത് കുതിർന്ന് പൊങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോഴും ഇതേ ഗുണം ചെയ്യണം കേട്ടോ. പൊടി എളുപ്പമാണല്ലോ നിങ്ങൾക്ക്. 2 പേർക്കല്ലേ വേണ്ട. ഒരുപാട് പുട്ടിന് തേങ്ങയാണ് നല്ലത്, ഒരുപാട് തേങ്ങയാണ് നല്ലത്. പക്ഷെ ഒരുപാട് തേങ്ങ വേണ്ട, നമുക്ക് ഇത്രയും മതിയാ. പുട്ടിന് അത്രയും തേങ്ങ ഇടുന്നു അത്രയും നല്ലത്. വേണ്ട, സ്റ്റീമറിനകത്ത് ഞാൻ ഇത്രയും വെള്ളം എടുത്ത് സ്റ്റീമറെടുത്ത് വെച്ചു. നമുക്കിനി ഗ്യാസ് വെക്കാം. അടുപ്പിച്ച് സ്റ്റീമർ അടപ്പ് വെക്കാം. എൻ്റെ പയറായെന്നാണ് തോന്നുന്നത്. പയർ ഇച്ചിരി ഇരിക്കട്ടെ. ഓഫാക്കി ഞാൻ. ഓക്കെ, കണ്ടോ സ്റ്റീമറിലൂടെ ആവി വന്നുണ്ടോ? ഇത് ഇച്ചിരി നേരം ഇരിക്കും. ഇച്ചിരി നേരം ഇരുന്നതിന് ശേഷം ഓഫാക്കാം. അതായത് പുട്ടൊക്കെ വേകുമ്പോഴത്തേന് നല്ലൊരു മണവും വരും. പുട്ടായി. ഇനി നമുക്ക് ഇത് വെക്കാം. പപ്പടം പൊള്ളിക്കാവേ. നല്ല കുഞ്ഞൻ പപ്പടം. കുഞ്ഞൻ പപ്പടം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇടയ്ക്ക് അപ്പം ഇവിടുന്ന് മേടിച്ചോണ്ട് വന്നതാണ്. ഇവിടുന്ന് എനിക്ക് ഓർമ്മയില്ല. പപ്പടം പൊള്ളിക്കാൻ നോക്കേ. പൊള്ളുന്ന പപ്പടമല്ല തോന്നുന്നില്ല. ചില പപ്പടമൊക്കെ ഇട്ട ഉടനെ ചെറിയ പപ്പടം വറുത്തത് നല്ല ഭംഗിയില്ലേ?
നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. 3 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങി വെച്ചതാണ്. ഇച്ചിരി കൂടെ വേവണം. എനിക്ക് ഇച്ചിരി കൂടെ വേവുന്നതാണ് ഇഷ്ടം. ചിലർക്ക് ഇത് ഈ ഭാഗമായിരിക്കും. എനിക്ക് ഇച്ചിരി വേവുന്നത്. ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ അങ്ങിടാം. 1 വിസിലൂടെ കേൾപ്പിക്കാം. 1 വിസിലൂടെ കേൾപ്പിക്കുമ്പോഴത്തേന് വെന്തിരിക്കും. ഇത്രയും വെള്ളം കിടക്കുമല്ലേ. ഓക്കെ. ഒരു വിസിലൂടെ കേൾക്കട്ടെ. ഓക്കെ, കാപ്പി എടുക്കാം നമുക്ക്. പുട്ട് നല്ല അടിപൊളി. എനിക്ക് പുട്ടുകുറ്റി ആക്കുന്നതിലും ഇഷ്ടം സ്റ്റീമറിലാക്കുന്നതാണ്. അപ്പോൾ തേങ്ങയുടെ അതെല്ലാത്തിനും എല്ലാ ഇതിലൂടെ വരും. അത് ഭയങ്കര ടേസ്റ്റാണ്. പയറ്, പപ്പടം. കണ്ടോ, ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട്, പയറ്, ചെറിയ പപ്പടം, മുട്ട, ഏത്തപ്പഴം പുഴുങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ കാപ്പി കുടിക്കട്ടെ. വിശക്കുന്നെനിക്ക്. ഓക്കെ, ബായ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.